മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർക്കൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 97ാമത്തെ ഈ എപ്പിസോഡിൽ അക്കോണൈറ്റം നാപ്പില്ലസ് എന്ന അധ്യായത്തിൻ്റെ 5ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ അധ്യായത്തിൽ അക്കോണൈറ്റത്തിനെ വളരെ ജുഡീഷ്യസായിട്ട് ഉപയോഗിക്കാൻ തക്ക വളരെ പ്രധാനപ്പെട്ട ചില പ്രാക്ടിക്കൽ ടിപ്സ് കെൻറ്റ് പറയുന്നുണ്ട്. അതേപോലെ ചില പെക്യുലിയർ സിംറ്റംസ്, പർട്ടിക്കുലേഴ്സ്. ആ പർട്ടിക്കുലേഴ്സ് പറയുമ്പോൾ പോലും ജനറൽസുള്ള പ്രാധാന്യം, മറ്റ് ഔഷധങ്ങളുമായിട്ടുള്ള വിശേഷം ഹെപ്പാറും മറ്റുമൊക്കെയുള്ള പ്രധാനപ്പെട്ട കമ്പാരിസൺസൊക്കെ ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇറ്റ് ഈസ് ഓഫൺ ഇൻഡിക്കേറ്റഡ് ഇൻ ദ കൊറൈസ ഓഫ് ദ റോസി ചബ്ബി പ്ലത്തോറിക് ബേബി. അപ്പോൾ കൊറൈസയെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കൂടുതലും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ തടിച്ചു കൊഴുത്ത് നല്ല റോസി ആയിട്ടിരിക്കുന്ന കുട്ടികളിൽ. ഇനി അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഒരു കമ്പാരിസൺ പിന്നാലെ വരുന്നുണ്ട്. നോട്ട് ഇൻ ദ സിക്ലി ഓർ പെയിൽ വൺസ്. കണ്ടാലിങ്ങനെ ഗ്രഹണി പിടിച്ച പോലെ ഇരിക്കുന്ന ഒരു രോഗിയെന്ന് തോന്നിക്കുന്ന വിളറിയിരിക്കുന്ന കുട്ടികളിലല്ല അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു വിശദീകരണമാണ് തുടർന്ന് പറയുന്നത്. These sickly ones will come down later. Their vital activities are so reduced that their complaints do not come on sometimes for 2 or 3 days. അപ്പോൾ ഈ സിക്ലി ആയിട്ടുള്ള കുട്ടികളുടെ വൈറ്റാലിറ്റി ലോ ആയതുകൊണ്ട്, അവരുടെ വൈറ്റൽ റിയാക്ഷൻസും വൈറ്റൽ ആക്ഷൻസും ലോ ആയതുകൊണ്ട് ഒരു ഡ്രൈ കോൾഡ് വെതറിലേക്ക് ഒരു എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിയാക്ഷൻ ഉണ്ടാവില്ല. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമൊക്കെ വൈകി ഉണ്ടാകാം. അക്കൗണ്ടിൻ്റെ പോലെ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഒക്കെ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ട് രാത്രി വയലൻ്റ് സിംറ്റംസ് വരുന്നൊരവസ്ഥയായിരിക്കില്ല പെയിൽ സിക്ലി ചിൽഡ്രനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കുള്ളതല്ല അക്കോണൈറ്റം. വാസ്തവത്തിലൂടെ കെൻറ്റ് കുറേ ഫിൽറ്റേഴ്സ് തരികയാണ്. അക്കോണൈറ്റം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധം എങ്ങനെ വളരെ ജുഡീഷ്യസായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ കുറേ ഫിൽറ്റേഴ്സാണ് തരുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉള്ളവരൊക്കെ ഒഴിവാക്കാവുന്ന. സോ ദാറ്റ് ഇഫ് യു ടേക്ക് എ സിക്ലി വൺ ആൻഡ് എ വിഗറസ് വൺ ഇൻ ദ സെയിം ഫാമിലി ആൻഡ് എക്സ്പോസ് ദം ബോത്ത്, വൺ വിൽ ഹാവ് ക്രൂപ്പ് ടുനൈറ്റ് ആൻഡ് നീഡ് അക്കോണൈറ്റ് ആൻഡ് ദ അതർ വിൽ ഹാവ് ഇറ്റ്സ് ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് നീഡ് ഹെപ്പാർ. ഒരേ കുടുംബത്തിൽ തന്നെ 2 കുട്ടികൾ, ഒന്ന് നേരത്തെ പറഞ്ഞ പ്ലത്തോറിക് ആയിട്ടുള്ള റോസി ആയിട്ടുള്ള ചബ്ബി ആയിട്ടുള്ള അതൊരു ഉണ്ടക്കുട്ടി എന്ന് പറയാവുന്ന ഒരു കുട്ടി, മറ്റേത് പെയിൽ ആൻഡ് സിക്കിലി വല്ലാതെ ശോഷിച്ച് വളർന്നിരിക്കുന്നത്. 2 കുട്ടികളും ഒരേ സമയം ഒരേ ക്ലൈമറ്റിനോട്, ഡ്രൈ കോൾഡ് ക്ലൈമറ്റിനോട്, ഒരു വിൻഡി ക്ലൈമറ്റിനോട് എക്സ്പോസ് ചെയ്യുന്നു. ആദ്യം പറയുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടി, പ്ലത്തോറിക്കായിട്ടുള്ള കുട്ടിക്ക് അന്ന് രാത്രി തന്നെ പ്രശ്നങ്ങൾ വരുന്നു. മറ്റേ പെയിലായിട്ടുള്ള വീക്കായിട്ടുള്ള സിക്കിലി ആയിട്ടുള്ള കുട്ടിക്ക് വൈകി വരുന്നു. അപ്പോൾ പെട്ടെന്ന് വരുന്ന വൈൽഡായിട്ട് വരുന്ന കുട്ടിക്ക് അക്കോണൈറ്റവും അല്ലാതെയുള്ള കുട്ടിക്ക് ഹെപ്പാറും. അപ്പോൾ ഹെപ്പാറും അക്കോണൈറ്റവും എങ്ങനെ വളരെ കൃത്യമായിട്ട് വളരെ സ്പെസിഫിക്കായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി തരികയാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ഇവിടെ പറയുന്ന പോലെ ഒരു ഡ്രൈ വെതർ, ഡ്രൈ കോൾഡ് വെതർ കേരളത്തിൽ വളരെ ചുരുക്കമായിട്ടേ ഉണ്ടാകാറുള്ളൂ. ഇവിടെ ജലാശയങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്, കടലിൻ്റെ സാമീപ്യം ഉള്ളതുകൊണ്ട് മിക്കവാറും ഹ്യൂമിഡ് വെതറാണ് ഉള്ളത്. നല്ല വിൻ്ററിൽ, മഴയൊന്നുമില്ലാതെ നല്ല വിൻ്ററിൽ ചില ഹൈലാൻഡ്സിൽ മാത്രമേ ഡ്രൈ കോൾഡ് വെതറുകൾ ഉണ്ടാകാറുള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ഹ്യൂമിഡായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് പൊതുവെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് അക്കോണൈറ്റത്തിൻ്റെ പ്രയോഗം അതനുസരിച്ച് കുറയാനാണ് സാധ്യത. ഹെപ്പാറ് അതേപോലെ ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയർ, നമ്മൾ നേരത്തെ RT-യിലൊക്കെ കണ്ടു ഹ്യൂമിഡ് വെതർ. അത്തരം വെതറിലുള്ള മരുന്നുകൾക്കായിരിക്കും ഇവിടെ പ്രയോഗ സാധ്യത കൂടുതൽ. അത് ശ്രദ്ധിച്ചോളണം. ദ സിംറ്റംസ് ലൈക്ലി ടു ഒക്കർ വിത്ത് കൊറൈസ ആർ നോസ് ബ്ലീഡ്, ഹെഡേക്ക്, ആങ്സൈറ്റി ആൻഡ് ഫിയർ. അപ്പോൾ ഈ ജലദോഷത്തോടൊപ്പം ഉണ്ടാകാവുന്ന അക്കമ്പനിങ് സിംറ്റംസ് മൂക്കിൽ നിന്ന് രക്തസ്രാവം, തലവേദന, ഉത്കണ്ഠ, ഭയം. ദ ആങ്ഷ്യസ് എക്സ്പ്രഷൻ ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ് ഒബ്സർവ്ഡ് ഇൻ ദ അക്കോണൈറ്റ് സഫറർ. ഉണ്ടോ? അക്കോണൈറ്റ് സഫറർ ഒരു പ്രയോഗമാണ്. സഫറിങ്സ് ഉള്ള ഒരുപാട് പേരുണ്ട്. അതിലൊരു അക്കോണൈറ്റ് സഫറർ,
അക്കോണൈറ്റിസിൻ്റെ സിംറ്റംസിനോട് യോജിക്കുന്ന ഒരു സഫറർ, ആ ഒരു സഫറിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫിയർ ആൻഡ് ആങ്സൈറ്റി വിൽ ബി ഡെപ്പിക്റ്റഡ് ഓൺ ഹിസ് ഫേസ്. അയാളുടെ മുഖത്ത് കൊത്തിവെച്ചിരിക്കും എന്തൊക്കെയാ? ഉത്കണ്ഠയും ഭയവും മറ്റുമൊക്കെ. അപ്പോൾ ഒരു അക്കോണൈറ്റ് സഫറിൻ്റെ മുഖത്തും ഈ ആങ്സൈറ്റിയും ഫിയറും ഉണ്ടാവും. അത് കൊറേശ്ശയുടെ കാര്യത്തിലായി. ഇനി ഫേഷ്യൽ എക്സ്പ്രഷനെ കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കൂടി കെൻഡ് പറയുക. അതെന്താ? ലുക്ക് അറ്റ് ദ ഫേസ്, ദർ ഈസ് ഗ്രേറ്റ് ആങ്സൈറ്റി. ഇറ്റ് ഷോസ് മച്ച് ഓഫ് ദ പ്രൂവിങ്സ് ഓഫ് അക്കണൈറ്റ്. അക്കണൈറ്റ്സിൻ്റെ പ്രൂവിങ്സിലൊക്കെ ഇത് കാണും. ഇനിയാണത് വരുന്നത്. യു നോ ദർ ഈസ് മച്ച് ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് ദ ഫേസ് ദാറ്റ് വിൽ എനേബിൾ വൺ ടു റീഡ് ഓൾ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ ബോഡി. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി. കണ്ടോ? മുഖം നോക്കുക. ആ വ്യക്തിയുടെ, ആ രോഗിയുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു നല്ലൊരു പ്രതിഫലനമാണ് മുഖം. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് മലയാളത്തിൽ ചൊല്ലുള്ളത് പോലെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെയും കണ്ണാടിയാണ്. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആ സ്റ്റോറി എന്താണെന്ന് മുഖം പറയും. മുഖത്തെ ആങ്ഷ്യസ് എക്സ്പ്രഷൻ, മുഖത്ത് കാണുന്ന ഫിയർ, അത്തരം എല്ലാ എക്സ്പ്രഷൻസും, മുഖത്തിൻ്റെ കളർ ചേഞ്ചസ്, ഇതെല്ലാം ആ ഔഷധത്തിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ എക്കോണമിയുടെ ഒരു നല്ലൊരു ഇൻഡിക്കേഷനാണ്. അതേപോലെ കൃത്യമായിട്ടൊരു ഔഷധത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. അതുകൊണ്ടാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ശരിക്കും നിരീക്ഷിക്കുക. ഒരു രോഗി നിങ്ങളുടെ ചേംബറിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. അതിനോടൊപ്പം അത്തരം എക്സ്പ്രഷനുള്ള ഔഷധങ്ങളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. അപ്പോൾ ഔഷധങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഔഷധത്തിൻ്റെ ഈ ജനറൽ ഫേഷ്യൽ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജ്, ബോഡിയുടെ നേച്ചർ ഒക്കെ ആ ജനറാലിറ്റിയോടുള്ള കൃത്യമായുള്ള സൂചനകളാണ്. അതെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. ദ പ്ലഷേഴ്സ് ആൻഡ് സാഡ്നെസ് ആൻഡ് ദ ഡിസ്ട്രസ് ഓഫ് ദ ഹ്യൂമൻ ഫാമിലി, മച്ച് ഓഫ് വിച്ച് യു ക്യാൻ ജനറലൈസ് ആൻഡ് സീ അറ്റ് ദ ഗ്ലാൻസ് ദാറ്റ് സം ഗ്രേറ്റ് തിങ്സ് ഹാവ് ഹാപ്പൻഡ്. അപ്പോൾ ഒരു മനുഷ്യകുലത്തിൻ്റെ ജനറലൈസ് ചെയ്ത് പറയാവുന്ന കാര്യങ്ങൾ, ആങ്സൈറ്റി, ഫിയർ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുഖത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔഷധങ്ങളിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് വളരെ പ്രധാനമാണ്. മെറ്റീരിയ മെഡിക്ക പഠിക്കുമ്പോൾ അത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കുക. അത് പ്രാക്ടീസിൽ വളരെയധികം ഉപകരിക്കും. യു ഹാവ് ഓൺലി ടു ഗസ് വൺസ് ഓർ ട്വൈസ് ബിഫോർ യു ഹിറ്റ് ഇറ്റ്. അപ്പോൾ 1-2 തവണ ഒന്ന് ഗസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, ആ ഗസ്സിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് ആ കൃത്യമായിട്ട് ആ ഒരു പോയിന്റിൽ, കൃത്യമായിട്ടുള്ള ഒരു കറക്റ്റ് റെമഡിയിൽ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസിലൂടെ അത് കൂടുതൽ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഹിയർ യു ഹാവ് ദ ആങ്സൈറ്റി. ഇവിടെ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ ആങ്സൈറ്റിയാണ്, മുഖത്ത് കാണുന്ന ഒരു ആങ്ഷ്യസ് എക്സ്പ്രഷനാണ് ആ ഒരു കീ. വൺ ചീക്ക് റെഡ് ആൻഡ് അതർ പെയിൽ ഈസ് ഇൻ എ ഗുഡ് മെനി റെമഡീസ്, ബട്ട് ദ ആങ്ഷ്യസ് എക്സ്പ്രഷൻ ആൻഡ് ദ ഫിയർ ആൻഡ് ദ ഹീറ്റ് ആൻഡ് ദ റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ദ സഡൻനെസ് with which it comes on in a plethoric individual. Yesterday it was a very dry and windy, and you will at once place this one symptom with aconite. അപ്പോൾ ഈ ഒരു കവിള് റെഡിഷും മറ്റേത് പെയിലുമായിരിക്കുക എന്നുള്ളത് ഒരുപാട് മരുന്നുകളെ പ്രൂവിങ്ങിലുണ്ട്, അക്കണൈറ്റത്തിലുണ്ട്. പക്ഷേ ആങ്ഷ്യസ് എക്സ്പ്രഷൻ അതെങ്ങനെയുള്ളവരിൽ ആങ്ഷ്യസ് എക്സ്പ്രഷൻ, ഫിയർ, ഹീറ്റ്, റെസ്റ്റ്ലെസ്നെസ്, ഇനി അതിനോടൊപ്പം സഡൻനെസ്, അത് വരുന്നതിൻ്റെ സഡൻനെസ്. ഇപ്പോൾ കണ്ടിട്ട് പറഞ്ഞില്ല, ഒരു ചുഴലിക്കാറ്റ് പോലെ. ഇനി അത് തന്നെ എങ്ങനെയാണ് ഒരു പ്ലത്തോറിക് ഇൻഡിവിജ്വലിൽ, ഒരു തടിച്ചു കൊഴുത്ത ഒരു വ്യക്തിയിൽ അതെങ്ങനെ വളരെ ആ സ്പീഡി നേച്ചറാണ്. ഇന്നലെ വളരെ ഡ്രൈ വിൻഡി വെതറായിരുന്നു, ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ രാത്രി പ്രശ്നം വന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിനോട്ട് നമുക്ക് വളരെ ജുഡീഷ്യസ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ശ്രദ്ധിക്കണമെന്ന് തൊട്ടടുത്ത വരിയിൽ കെൻഡ് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് മൈറ്റ് ബി വൺ ഓഫ് സെവറൽ അതർ റെമഡീസ് ഓർ അതർ കണ്ടീഷൻസ് പ്രസൻറ്റ്. അപ്പോൾ അക്കൗണ്ടൈറ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കീനോട്ടിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ അധികം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും അത് അക്കൗണ്ട് ആവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് മൈറ്റ് ബി വൺ ഓഫ് സെവറൽ അതർ റെമഡീസ്, മറ്റ് നിരവധി മരുന്നുകളിൽ ഒന്നാകാമെന്നല്ല, ഒന്നായിരിക്കാം. മൈറ്റ് ബി എന്നാണ് പറയുന്നത്, മേ ബി എന്നല്ല, ഇറ്റ് മൈറ്റ് ബി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഡൻനെസ്,
ആങ്ഷ്യസ് എക്സ്പ്രഷൻ, ഫിയർ, റെസ്റ്റ്ലെസ്നെസ്, പ്ലത്തോറിക് നേച്ചർ, അത് എക്സ്പ്രസ് ചെയ്യേണ്ട സഡൻനെസ്, ഡ്രൈ ആൻഡ് വിൻഡി വെതർ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അക്കോണറ്റത്തോടെ ചേർത്ത് വയ്ക്കാവുന്നതാണെങ്കിൽ പോലും മറ്റ് നിരവധി ഔഷധങ്ങൾ ആകാമെന്നല്ല, ആയിരിക്കും, ഇറ്റ് മൈറ്റ് ബി. അപ്പോൾ ഇത് എത്രത്തോളം ജാഗ്രതയോടെ വേണം ഒരു ഔഷധം തിരഞ്ഞെടുക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എൻ്റെ പറയുന്നത്. ഇത്രയും ലക്ഷണങ്ങൾ സാധാരണ ഇതിൻ്റെ ഒരു പകുതി വന്നാൽ തന്നെ അത് അക്കോണൈറ്റം അതല്ലെങ്കിൽ മറ്റേത് എന്നൊരു പ്രജുഡീസ് വരാം. അതൊരു ഉറപ്പായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യാം. പക്ഷേ അതൊക്കെ പ്രജുഡീസാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മറ്റ് നിരവധി ഔഷധങ്ങൾ അവിടെ വന്നിരിക്കാം, ഇറ്റ് മൈറ്റ് ബി. ഉണ്ടോ? വളരെ ശ്രദ്ധിച്ച് വേണം ഒരു മെഡിസിൻ്റെ സെലക്ഷനിലേക്ക് പോകാമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പറയുന്നത്. ന്യൂറോളജിക് പെയിൻസ് ഇൻ ദ ഫേസ് ലൈക്ക് ഹോട്ട് വയേഴ്സ് റണ്ണിങ് എലോങ് ഈതർ സൈഡ് ഓഫ് ദ ഫേസ്. മുഖത്തുള്ള ന്യൂറോളജി പെയിൻസ് എങ്ങനെയാണ്? മുഖത്തിൻ്റെ രണ്ട് വശത്തും കൂടി ഇങ്ങനെ ഹോട്ട് വയേഴ്സ്, ചൂടുള്ള കമ്പികൾ ഇങ്ങനെ ഓടിക്കുന്ന പോലുള്ള വേദന. വളരെ ടിപ്പിക്കലായിട്ട് എക്സ്പ്രഷനാണ്. രണ്ട് കവിളിലൂടെയും ചൂടുള്ള കമ്പികൾ ഓടിക്കുന്ന പോലുള്ളൊരു എക്സ്പ്രഷൻ. അങ്ങനെയുള്ളൊരു ന്യൂറോളജിക് പെയിൻ, മുഖത്തുള്ള ന്യൂറോളജിക് പെയിൻ, അതൊരു പ്രൂവർ കോട്ട് ചെയ്തിരിക്കുക. ദ ഇൻഡിവിജ്വൽ റൈഡ്സ് ഇൻ ദ കോൾഡ് റോ വിൻഡ് ആൻഡ് ഹിസ് ഫേസ് വാസ് എക്സ്പോസ് ടു കോൾഡ് വിൻഡ്. അപ്പോൾ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു കോൾഡ് ഡ്രൈ വെതറിൽ അയാൾ വണ്ടി ഓടിച്ചു പോവുക, ഓടുകയോ അല്ലെങ്കിൽ ഓപ്പൺ ഒരു വെഹിക്കിളിൽ, എയർ കണ്ടീഷൻ ഇല്ലാത്ത വെഹിക്കിൾസിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥ. ഹി ബിക്കംസ് മംബ്, ദെൻ പെയിൻ സെറ്റ്സ് ഇൻ, ഇൻറ്റൻസ് പെയിൻ. അപ്പോൾ ആദ്യം ഒരു മമ്പാകുന്നു, പിന്നെ വേദന ആരംഭിക്കുന്നു. ആ വേദന വളരെ കടുത്ത വേദനയാകുന്നു. ഈ ക്രൈസ് ഔട്ട് ആൻഡ് ഷ്രീക്സ് വിത്ത് ദ നീഫ് ലൈക്ക് കട്ടിങ് പെയിൻസ്. അപ്പോൾ കത്തി കൊണ്ട് മുറിക്കുന്ന പോലുള്ള വേദന, ആ വേദന കൊണ്ട് അയാൾ കരയും, ചീറിക്കരയും ആൾ, ഷ്രീക്കിംഗ് പെയിൻ, അങ്ങനത്തെ പെയിനാണ്. അപ്പോൾ അത്തരം കേസുകൾ അക്കൗണ്ടിൽ വിൽ റിലീവ്, അത്തരം കേസുകൾ അക്കൗണ്ടും റിലീവ് ചെയ്യും. ക്രോളിങ് ക്രീപ്പിംഗ് ലൈക്ക് ആൻസ്, അടുത്തൊരു പ്രൂവറുടെ കൊട്ടേഷനാണ്. ഉറുമ്പുകൾ ഇരിക്കുന്നു, നിറച്ചു പോകുന്ന പോലെ, ശരീരത്തിൽ ഉറുമ്പ് നിറയ്ക്കുന്ന പോലെ ക്രീപ്പിംഗ് ക്രോളിംഗ് സെൻസേഷൻ. അക്കൗണ്ട് ഹാസ് ദാറ്റ് സെൻസേഷൻ എലോങ് ദ കോഴ്സ് ഓഫ് ദ നെർവ്സ്. ആ നാഡികളുടെ ആ ഒരു പാതയിൽ ഇത്തരം സെൻസേഷൻ ഉണ്ട്. ഇത്തരം സെൻസേഷൻ മറ്റു പല ഔഷധങ്ങളിലും ഉണ്ട്. പക്ഷെ നാഡികളുടെ ഒരു പാതയിൽ, ഒരു നാഡി പോകുന്ന, ഒരു നെർവ് പോകുന്നൊരു പാതയിൽ ഇത്തരം സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ അത് അക്കൗണ്ടും ആകാം. അക്കൗണ്ട് ഹാസ് ദാറ്റ് സെൻസേഷൻ, ഇറ്റ് ഹാസ് എ സെൻസേഷൻ ലൈക്ക് ഐസ് വാട്ടർ പോർഡ് അലോങ് ദ കോഴ്സ് ഓഫ് ദ നെർവ്സ്. ഇനി മറ്റൊന്ന്, നേരത്തെ ഹോട്ട് വയേഴ്സിൻ്റെ കാര്യം പറഞ്ഞത്, ഇനി മറ്റൊന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നെർവ്സിൻ്റെ ആ ഒരു പാത്തിൽ തണുത്ത ജലപ്രവാഹം, തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന പോലെ, ഐസി കോൾഡ് വാട്ടർ ഒഴിക്കുന്ന പോലുള്ള സെൻസേഷൻ. സിയാറ്റിക്ക വെൻ ദ സെൻസേഷൻ ഈസ് ഫെൽ ഡൗൺ ദ നെർവ് ലൈക്ക് ഐസ് വാട്ടർ. അപ്പോൾ ഇത്തരം ഐസ് വാട്ടർ നെർവ്സിലൂടെ പോകുന്ന ആ ഒരു സെൻസേഷൻ ഉള്ളപ്പോൾ സിയാറ്റിക്ക, കാലിലെ ആ ഒരു സിയാറ്റിക്കൽ നെർവിലുള്ള വേദനയും മരവിപ്പും ഒക്കെ. ഈ ഒരു പ്രൂവർ കൊട്ടേഷനാണ്. ക്രീപ്പിംഗ് ടിംഗ്ലിംഗ് ആൻഡ് ക്രോളിംഗ് ഇൻ ദ ഫേസ് വിത്ത് ഓർ വിത്തൗട്ട് പെയിൻ. ഇനി മുഖത്ത് വേദനയോ കൂടിയോ അല്ലാതെയോ ക്രീപ്പിംഗ്, ക്രോളിംഗ്, ഈ ഓർമ്മിരിക്കുന്ന പോലുള്ള സെൻസേഷൻ മുഖത്ത്. ദർ ഈസ് ഇൻറ്റൻസ് ഹീറ്റ്, ഇൻറ്റൻസ് ഫീവർ ഇൻ ദ ഫേസ്. മുഖത്ത് വല്ലാത്ത ചൂട്, കടുത്ത പനി. ഇതുമൊക്കെ ശ്രദ്ധിക്കാം. ബെൽഡോണയും മറ്റുമൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന അവസ്ഥകളാണ്. ശ്രദ്ധിക്കണം. The side of the face laid on will often break into sweat, and if the patient turns over, that side will at once become dry and the other side will at once break out in a sweat. അപ്പോൾ ഒരു വശം ചരിഞ്ഞ് കിടക്കുമ്പോൾ ഏത് കവിളിൻ്റെ മുഖത്തിൻ്റെ ഏത് വശമാണ് ചരിഞ്ഞ് കിടക്കുന്നത് അവിടെ വല്ലാതെ വിയർക്കുന്നു, മറ്റു വശം ഡ്രൈ ആകുന്നു. ഇനിയാണ് തിരിഞ്ഞു കിടന്നാലോ ഈ അവസ്ഥയും മാറും. ഏത് വശത്തോട് ചേർത്ത് കിടക്കുന്നു ആ വശത്ത് വിയർപ്പ് വരുന്നു, മറ്റേ വശം ഡ്രൈ ആകുന്നു. അതും വളരെ ടിപ്പിക്കലാണ്. ഏത് വശമാണ് ചേർന്ന് കിടക്കുന്നത്, ബെഡിനോട് ചേർന്ന് കിടക്കുന്നത് അവിടെ വിയർക്കുന്നു, മറ്റു വശം ഡ്രൈ ആയിരിക്കുന്നു. അത് തിരിഞ്ഞു കിടന്നാൽ അത് നേരെ മാറുകയും ചെയ്യുന്നു. ഓ വാട്ട് എ കംഫോർട്ടിങ് റെമഡി ഇറ്റ് ഈസ് ഫോർ ടൂത്ത് ഏക്ക്. ഇനി പല്ലുവേദനയെ കുറിച്ച് പറയുന്നത് അത് വളരെ എക്സ്ക്ലമേഷനോട് പറയുക. എന്തെങ്ങനെ എക്സ്പ്ലനേഷനോട് പറയുന്നതെങ്കിൽ അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടായിരിക്കണം. ഒരു
പല്ലുവേദനയുടെ കാര്യത്തിൽ എത്രത്തോളം റിലീഫ് തരുന്നൊരു റെമഡിയാണ് അക്കോണൈറ്റം. ഇനി അതെങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ സോ യൂസ്ഫുൾ ഇൻ ടൂത്ത് ഏക്ക് ദാറ്റ് നിയർലി എവറി ഓൾഡ് ലേഡി നൗ ഡേയ്സ് നോസ് ഇനഫ് ടു പുട്ട് എ ഡ്രോപ്പ് ഓഫ് അക്കോണൈറ്റ് ഓൺ എ ബിറ്റ് ഓഫ് കോട്ടൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ഓൾഡ് ഹോളോ ടൂത്ത്. ഇത് പഴയ പ്രാക്ടീസാണ്. നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ പച്ചമരുന്നുകൾ ചെയ്യാറില്ലേ, ചില സാധനങ്ങൾ നമ്മൾ വായിക്ക് അടിച്ചു പിടിക്കും, ചിലതരം പച്ചമരുന്നുകൾ പണ്ടൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. കമ്മൽപ്പൂ എന്ന് അറിയപ്പെടുന്ന ഒരു തരം സാധാരണ പറമ്പിൽ കിടക്കുന്ന ചെടി വായിൽ കടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ പെയിൻ റിലീഫ് വരും. അപ്പോൾ അക്കോണൈറ്റും അത് വളരുന്ന നാടുകളിൽ ഉപയോഗിച്ചിരുന്നു. ഒരു ഡ്രോപ്പ് അക്കോണൈറ്റം അതിൻ്റെ സത്ത് ടിഞ്ചറാണ് എടുത്ത് അല്പം പഞ്ഞിയിൽ ചേർത്ത് കടിച്ചു പിടിച്ചാൽ, ഒരു ഓൾഡ് ലേഡിയുടെ കാര്യം പറഞ്ഞു, ഒരു പ്രായം ഉള്ളൊരു വ്യക്തി, അതെങ്ങനെയാണ് ഹോളോ ആയിട്ടുള്ള പല്ല്, ദ്രവിച്ച് പോടുവന്ന പല്ല്, ഇറ്റ് വിൽ ക്വൈറ്റ് ഓഫൺ പൈലിയേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ടിഞ്ചർ ഡ്രോപ്പ് പഞ്ഞി വെച്ച് കൊടുക്കുമ്പോൾ പലപ്പോഴും അത് പൈലിയേറ്റ് ചെയ്യും. ഇനി അത് ഹോമിയോപ്പതിക്ക് പ്രയോഗം എങ്ങനെയാണ്? എ ഡോസ് ഓഫ് അക്കോണൈറ്റ് വിൽ ആക്ട് മച്ച് ബെറ്റർ. അതിന് പകരം ഒരു പൊട്ടൻസി ഒരു ഡോസ് കൊടുക്കുന്നെങ്കിലോ ഈ ടിഞ്ചർ പഞ്ഞി വെച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ റിലീഫ് വരും. ബട്ട് ദ വയലൻസ് ഓഫ് ദ ടൂത്ത് ഏക്ക് എഗെയിൻ ദ സെയിം ഓൾഡ് സ്റ്റോറി. എങ്ങനെയാ ഈ ടൂത്ത് ഏക്കിൻ്റെ വയലൻസ് പറയുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് ജനറൽ ക്യാരക്ടറിനോട് അതിനോട് ചേർത്ത് വെക്കണം. അതാണ് ഓൾഡ് സ്റ്റോറി എന്ന് പറയുന്നത്. ഫ്രം ദ ഡ്രൈ കോൾഡ് വിൻസ് പ്ലത്തോറിക് ഇൻഡിവിജ്വൽസ് വിത്ത് ഹോളോ ടീത്ത് പെയിൻ ഇൻറ്റൻസ് കട്ടിങ് ഷൂട്ടിംഗ് പെയിൻസ് ഇൻ ദ ടീത്ത്. പ്ലത്തോറിക് ഇൻഡിവിജ്വലാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റിംഗ് കോസ് എന്ന് പറയുന്നത്. ഡ്രൈ കോൾഡ് വെതർ, ഇൻറ്റൻസിറ്റി. ഒരു വ്യത്യാസം പറയുന്നത് ഹോളോ ടീത്തിനുള്ളൊരു പ്രശ്നം. സംടൈംസ് ദീസ് പെയിൻസ് ആർ ഇൻ സൗണ്ട് ടീത്ത് ആൻഡ് എഫക്ട് ദ ഓൾ റോ ഓഫ് ടീത്ത്. ഇത് ഹോളോ ടീത്തിലാണ് പൊതുവെ വരുന്നെങ്കിൽ പോലും ചിലപ്പോൾ നല്ല പല്ലിലും വരാം, ആ പല്ലിൻ്റെ ഒരു നിരയിലും മുഴുവനും വരാം, അങ്ങനെയും ആകാം. പക്ഷെ ഹോളോ ടീത്തിലാണ് കൂടുതലത് ആക്ഷൻ വരുന്നത്. വയലന്റ് പെയിൻസ് ഫ്രം എക്സ്പോഷർ സച്ച് ആസ് റൈഡിങ് ഇൻ ദ വിൻഡ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, പ്രത്യേകിച്ച് തണുത്ത കാറ്റിൽ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വയലന്റ് പെയിൻസ്. ദ പെയിൻസ് ആർ റിലീവ്ഡ് ആൻഡ് ഗോ എവേ സ്പീഡ്ലി ആഫ്റ്റർ ഡോസ് ഓഫ് അക്കോണൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം ഒറ്റ ഡോസ് അക്കോണൈറ്റ് കൊണ്ട് വളരെ വേഗത്തിൽ മാറിപ്പോകും. ഓരോ പർട്ടിക്കുലർസ് അക്കോണൈറ്റിൻ്റെ പർട്ടിക്കുലേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പോലും ഹോമിയോപ്പതിയിൽ ജനറൽ റൂൾസ്, എങ്ങനെ ഒരു മരുന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള ചില ഇൻസൈറ്റ്സ് ഒക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുക. അക്കോണൈറ്റ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ലെക്ചറാണ്. ഇതേപോലെ പർട്ടിക്കുലേഴ്സിൽ പോലും ഹോമിയോപ്പതിയുടെ ചില ഫണ്ടമെൻ്റൽ റൂൾസ്, പ്രാക്ടിക്കൽ ടിപ്സ് തരുന്ന അധികം ഔഷധങ്ങളൊന്നുമില്ല. അക്കൗണ്ടത്തെക്കുറിച്ചുള്ള ലെക്ചർ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അക്കൗണ്ടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.